ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയോ ക്രാഫ്റ്റോ ഒന്നുമല്ല, മറിച്ച് ജസ്റ്റ് എൻ്റെ അടുക്കള നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഞാനിത് ഭയങ്കര വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്ന അടുക്കളയാണെന്നൊന്നും പറയണില്ല. നിങ്ങളുടെ പലരുടെ അടുക്കള ഇതിനേലുമൊക്കെ ഭംഗിയായിട്ടൊക്കെ നിങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ബാക്കിയുള്ള ചാനലുകളിൽ ഹോം ടൂറും കിച്ചൺ ടൂറും ഒക്കെ കാണാൻ ഇഷ്ടമായതിൻ്റെ പേരിൽ ജസ്റ്റ് ഞാനിതൊന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. ഇത് അത്ര വലുതുമല്ല അത്ര ചെറുതുമല്ല, ഒരു മീഡിയം സൈസുള്ള ഒരു അടുക്കളയാണ്. പിന്നെ ഇതിന് നമുക്കൊരു സ്റ്റോർ അറ്റാച്ച്ഡ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണം അതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഉപകാരമാണത്. അപ്പം ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിയിൽ അഡ്നോക്കിൻ്റെ ഹൗസിംഗ് കോംപ്ലക്സിലാണ്, റുവൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കുറച്ച് ക്ലസ്റ്റർ ഓഫ് ബിൽഡിങ്സ് ഉണ്ട്. ഒരു ക്ലസ്റ്റർ ഉള്ളതിനെല്ലാം സിമിലർ ആയിട്ടുള്ള അടുക്കള തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ അടുക്കള എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ പറയട്ടെ, ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് എടുക്കണം. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ എന്താണെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ കിച്ചൻ്റെ വാതിൽ തുറക്കാൻ പോവാണ്. വാതിൽ തുറന്ന് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആണിത്. അതിൻ്റെ സൈഡിൽ സ്വിച്ചുകളുണ്ട്. നമുക്കിപ്പോൾ ഡോറിൻ്റെ ബാക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡോറിൻ്റെ ബാക്കിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ കണ്ടോ, ഇതുപോലത്തെ ഒരു നമ്മൾക്ക് ഒട്ടിച്ച് വെക്കാവുന്ന ഒരു ടേപ്പ് ഒരു ഇതുണ്ട്. അതിൽ കുറച്ച് ഹുക്സ് ഉണ്ട്. അതിലാണ് ഞാൻ ഡോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷും മോപ്പും ഒക്കെ വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് കിച്ചൻ്റെ ലൈറ്റ്, പിന്നെ ഹീറ്ററിൻ്റെ പോയിന്റ്, പിന്നെ ഇതൊരു ടെലിഫോണിൻ്റെ പ്ലഗ് പോയിൻ്റ് ആണ്. പിന്നെ ഫയർ ബ്ലാങ്കറ്റ്, ഫയർ എക്സ്റ്റിങ്വിഷറും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സിലിണ്ടർ എടുത്ത് മാറ്റി. മോൾ അതിൽ കളിക്കുമ്പോൾ അത് കാലിലേക്ക് വീണാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു അലാറമാണ്. എക്സസ് ആയിട്ട് സ്മോക്കൊക്കെ വന്ന അലാറം തന്നെ അടിക്കും. പിന്നെ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട്. അവിടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റും വെള്ളം കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സും ഒക്കെ. പിന്നെ കിച്ചൺ സിങ്ക് ഉണ്ട്. ഇതിന് 2 ടാപ്പ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഫിൽറ്റർ ചെയ്ത വെള്ളം, ഒരെണ്ണം നോർമൽ വെള്ളവും വരും. അത് കഴിഞ്ഞിട്ട് വെച്ചേക്കുന്നത് ഒരു വാട്ടർ ഡിസ്പെൻസർ, പിന്നെ ഒരു കെറ്റിലുണ്ട്. അതുപോലെ തന്നെ ഒരു മിക്സി, പിന്നെ ഒരു മൈക്രോവേവ് ഉണ്ട്. പിന്നെ കുറച്ച് ഹുക്സിൽ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോറ്. പിന്നെ ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് അത്യാവശ്യം വേണ്ട ഉപ്പ്, എണ്ണ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് റേഞ്ച്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ട്. പിന്നെ എല്ലാ വീട്ടിലും ഉള്ള മാതിരി ഫ്രിഡ്ജ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതാ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചേക്കണം ആ ബ്രൗൺ കളറിലെ ബോക്സ് ഉണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ടൂൾസാണ്. ചെറിയൊരു ഹാമർ, കുറച്ച് സ്പാനർ, കുറച്ച് സ്ക്രൂ ഡ്രൈവേഴ്സ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ ക്യാബിനാണ്. ഇതിൽ 2 തട്ട്, എല്ലാ ക്യാബിനും ഇവിടെ 2 തട്ടുണ്ട്, ഒരെണ്ണത്തിന് ഒഴിച്ച്. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ വെച്ചേക്കണം പയർ, പരിപ്പ്, കടല അങ്ങനത്തെ സാധനങ്ങളാണ്. അത് ഡിവൈഡ് ചെയ്തേക്കുന്ന വൈറ്റ് കളറിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സ് കാർട്ടനാണ്. അതിൻ്റെ അടിയിൽ ഒരു ഗ്രേറ്റർ, ഒരു മിക്സി, പിന്നെ ഇത് ഫുഡ് കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഇപ്പോൾ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു ചോപ്പറും എപ്പോഴും എടുക്കണം. കുറച്ച് നട്ട്സും വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഒരു 2 പ്ലഗ് പോയിൻ്റ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇവിടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെറിയ 4 ഓർഗനൈസേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ വലിയ സ്പൂൺ, എപ്പോഴും എടുക്കുന്ന സ്പൂൺ, അങ്ങനെ സ്പൂണ്, തവി, ഫോർക്ക്, കത്തി, കത്രിക അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് അഴുക്കാക്കേണ്ടി വരില്ല, പെട്ടെന്ന് മനസ്സിലായി. പിന്നെ ഒരു മഗ് ഹോൾഡർ ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെയാണ്. ആ അടപ്പം നോക്കണ്ട കേട്ടോ, അത് ഓവനിൽ മീൻസ് സോസ് പാനിൽ കേക്ക് ഉണ്ടാക്കാൻ താഴ്ത്ത് വെച്ചിട്ട് കറുത്തു പോയതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള ചായപാത്രം, അതൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആ കുക്കർ മാത്രമേ ഞാൻ ഇടയ്ക്ക് എടുക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് കിച്ചൺ സിങ്കാണ്. ഈ കിച്ചൺ സിങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 2 ടാപ്പുണ്ട്. ഒരെണ്ണം ഫിൽറ്റർ ചെയ്ത വെള്ളം, ഒരെണ്ണം നോർമൽ വെള്ളം. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷറും ഹാൻഡ് വാഷും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡിഷ് വാഷർ സ്ലോട്ടാണ്. എനിക്ക് ഡിഷ് വാഷറൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടെ വാട്ടർ ബോട്ടിൽസും അതുമാതിരി വേസ്റ്റ് ബിന്നും ഒക്കെയാണ് വെക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ല, കിച്ചൺ സിങ്കിൻ്റെ കോർണേഴ്സൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷാണ്. ഇത് പിന്നെ ഒരു മണി പ്ലാന്റ് ആണ്. അത് ഞാൻ വെച്ചേക്കണത് നമ്മളിവിടെ 1 ലിറ്ററിൻ്റെ പാൽ മേടിക്കുന്ന ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയാണ്. അത് കട്ട് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കും, അപ്പോൾ അതിന് ആ ഒരു നിറം കിട്ടും. പിന്നെ ഈ കിച്ചൺ സിങ്കിൻ്റെ താഴത്ത് നമുക്കൊരു ക്യാബിനുണ്ട്. അവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള ഡെറ്റോൾ, അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. കണ്ടില്ലേ, ഇതാണ് ആ ഫിൽറ്റർ. പിന്നെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെടിയൊക്കെ ഉണങ്ങിപ്പോയതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാക്യൂം ബ്രഷ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിലാണ് ഞാൻ യൂസ് ചെയ്ത കിച്ചൺ ടവൽസൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കണം. കുറച്ചൊരു ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ടേ കഴിക്കാൻ മതിയല്ലോ. അടച്ചു വെച്ചാൽ അതിലേക്ക് പ്രാണിയൊന്നും വരത്തില്ല. പിന്നെ ഇതൊരു മല്ലിച്ചപ്പാണ്, പക്ഷേ അത് വലിയ ഗുണമൊന്നുമില്ല, പോവും തോന്നുന്നുണ്ട്. പിന്നെ ഒരു മണി പ്ലാന്റ് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അപ്പുറത്ത് കുറച്ച് വലിയൊരു മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കെറ്റിൽ, ഒരു മിക്സി ഉണ്ട്.
പിന്നെ ഒരു മൈക്രോവേവ് ഉണ്ട്, അതിൻ്റെ പൊക്കത്താണ് ഞാൻ ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെച്ചേക്കുന്നത്. പിന്നെ അതിനുപയോഗിക്കുന്ന മിൽട്ടൻസ് ഒക്കെ അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ ഹൂക്സ്, ഡബിൾ സൈഡ് ടേപ്പിൽ ഹൂക്സ് വെച്ചിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ ഹാങ് ചെയ്തേക്കുന്നത്, ചുമ്മാ ഒരു ഭംഗിക്ക് അങ്ങ് ഹാങ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴത്തുള്ള ക്യാബിനറ്റിൽ മുകളിൽ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. പിന്നെ കറിയൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ, താഴത്ത് കറിയൊക്കെ വെക്കണ മൺചട്ടി, ചോറ് വെക്കണ കുക്കർ, അതൊക്കെയാണ് വെച്ചേക്കുന്നത്. ആ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് ഞാൻ ശരിക്കും നോൺ വെജ് ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് ഞാൻ 2-3 പ്രാവശ്യം മാക്സിമം ഉപയോഗിക്കുകയുള്ളൂ, എന്നിട്ട് കളയും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഒരു ക്യാബിനറ്റിൽ നമ്മൾ മുകളിലത്തെ തട്ടിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളും താഴത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കിച്ചൺ ടവലൊക്കെയാണ് വെച്ചേക്കുന്നത്, സ്ക്രബ്ബറൊക്കെ. പിന്നെ നമ്മൾ ഓവൻ വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ ഒരു ക്യാബിനറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഇവിടെ പൈപ്പ് ലൈൻ വഴിയാണല്ലോ ഗ്യാസ്, അപ്പോൾ അത് റെഗുലേറ്റ് ചെയ്യുന്ന നോബ് മീറ്ററൊക്കെയാണ്. പിന്നെ അതായത് കണ്ടില്ല ഒരു സെൻറ്റഡ് ക്യാൻഡിൽ, പിന്നെ എപ്പോഴും ഉപയോഗിക്കാത്ത എണ്ണ, പിന്നെ തേൻ, അതൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. ഇനി നമ്മൾ പോണത് സ്റ്റോറിലേക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് സ്റ്റോറിന് വാതിലുള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഞാൻ അവിടെ വെച്ച് പൂട്ടും, അല്ലെങ്കിൽ മുകളിതെല്ലാം എടുത്ത് താഴ്ത്തടിക്കുകയൊക്കെ അങ്ങനത്തെ സ്വഭാവമുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മളിങ്ങനെ താഴ്ത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ സ്റ്റാൻഡ് അടിച്ചിട്ട് വെർട്ടിക്കലായിട്ട് വെച്ചിരുന്നു, അപ്പോൾ സ്ഥലം കുറച്ച് മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളെ എല്ലാം അതിലും പിടിച്ച് കുലുക്കണത് കൊണ്ട് നമുക്ക് എപ്പോഴും കണ്ണെത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഇങ്ങനെ താഴ്ത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഇതിന് എത്ര നേരം കരയും, അവർക്ക് പരിക്ക് പറ്റാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെയും ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ടായിരുന്നു, അതും ഞാൻ ഈ പറഞ്ഞ മാതിരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് സെൻറ്റഡ് ഗാർബേജ് ബാഗാണ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ലതാണ്. പിന്നെ ഒരു വെള്ളുകോട്ട, ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഐക്യന്ന് മേടിച്ചാണ്. നമ്മൾ ഗാർബേജ് ബാഗോ അല്ലെങ്കിൽ കവറൊക്കെ സ്റ്റോർ ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ചില്ലുംകുപ്പിയിലിരിക്കുന്നത് പുളിയാണ്, ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. വീട്ടിലൊരു 5 കിലോ ഒക്കെ പുളി ഉണ്ടാവും, അത് മൊത്തം ഞാനിങ്ങ് കൊണ്ടുവരും. പിന്നെ വീട്ടിലേക്ക് വേണമെങ്കിൽ അവർ കാശ് കൊടുത്ത് മേടിക്കുക, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. പിന്നെ അരി, ഗോതമ്പ് പൊടി, ഇതെല്ലാം ഞാൻ ഇതിലാണ് വെച്ചേക്കുന്നത്. ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ മുകളിൽ പേപ്പർ ടേപ്പിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാനിതിൽ കണ്ടു ചിലതിലൊക്കെ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാനത് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടല്ലോ സീൽ ചെയ്യുന്ന, അതൊക്കെ വെച്ച് സീൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇതിൽ ഞാൻ നമ്മൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ബോക്സിൽ ഇപ്പോൾ സാധനങ്ങൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഹസ്ബൻഡ് 4 ദിവസം ഡ്യൂട്ടി 4 ദിവസം ഓഫ്, അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ മേടിക്കുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കൊക്കെ ഒന്നിച്ചങ്ങ് ഷോപ്പ് ചെയ്യും. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പം ഇങ്ങനെ കുറേ പായലപ്പാകുമ്പോൾ നമുക്ക് ശീലമില്ലല്ലോ, ആഴ്ചയിൽ ഷോപ്പ് ചെയ്തല്ലോ ശീലം. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി ഇട്ടേക്കുന്നത്. മുകളിൽ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് നമ്മൾ എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ എടുക്കുന്ന അങ്ങ് വെട്ടിയാൽ മതിയല്ലോ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ ആണ് ഈ പറഞ്ഞ ഉപയോഗിച്ച സാധനങ്ങളും ഞാൻ ആദ്യം അതിൽ നോക്കിയിട്ട് പിന്നെ പുതുത് പൊട്ടിക്കത്തുള്ളൂ. പിന്നെ ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് ഇങ്ങനെ തട്ടുകളുള്ള ഉള്ളിക്കോട്ട, അതെനിക്കുണ്ട്. സാധാ പോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഇടാനാണ് ഞാനും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് സ്റ്റോർ അടച്ചിട്ട് പുറത്തിറങ്ങണം. ഇനി ഈ സൈഡിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറൊരു കൗണ്ടർ ടോപ്പ് ഉണ്ട്, ഇവിടെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വലിയ ഗുണമുള്ള കട്ടിംഗ് ബോർഡല്ല കേട്ടോ, ഞാൻ കളയാൻ പോവാണ്. പിന്നെ വെച്ചേക്കണ ആ വൈറ്റ് കളറിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഷെൽഫ് ഓർഗനൈസറാണ് അത് ശരിക്കും. പക്ഷേ ഞാൻ അതിൻ്റെ കാലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് ഉപ്പും ഉള്ളിമുളകുകൾ ഇരിക്കുന്ന കല്ല്, പിന്നെ വെളിച്ചെണ്ണ, നെയ്യ്, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം കുടിക്കണം വളരെ കുറവായതുകൊണ്ട് അളന്ന് കുടിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ്. പിന്നെ അതിൻ്റെ മുക്കത്തെ കൗണ്ടർ ടോപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും 2 തട്ടുണ്ട്. അവിടെ ഞാൻ ആദ്യത്തെ തട്ടിൽ കുറച്ച് സ്പൈസസ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്കയുണ്ട്, അച്ചാറുകളാണ്. പിന്നെ അതിൻ്റെ പൊക്കത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക സോസ് അങ്ങനത്തെയൊക്കെ ഐറ്റംസാണ് വെക്കുന്നത്. ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ ഡിവൈഡേഴ്സ് അല്ലല്ലോ ലൈനേഴ്സ് നിരത്തിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കൊറോണ ആയതുകൊണ്ട്, കൊറോണയ്ക്ക് ആ ലോക്ക്ഡൗൺ ഒക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞു, കുറേ പഴകിയപ്പോൾ. പുതുത് മേടിക്കാൻ പോകാൻ എനിക്ക് പിന്നെ പറ്റിയിട്ടില്ല, അബുദാബി പോകണം, അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്നും അങ്ങനെ ഇടണം എന്നല്ല കേട്ടോ, അഴുക്കൊന്നും ആവില്ല, ഇത് പെട്ടെന്ന് അഴുക്കാവും വെള്ളമായതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് സോസുകളും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെയാണ് വെച്ചേക്കുന്നത്, ജാമൊക്കെ. ഇത് ഇന്ദുപ്പാണ് കേട്ടോ, നമ്മൾ ഇടയ്ക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. റോക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പൊക്കത്ത് ആ മൈക്കൻ ഡോക്സിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. മോളുടെ കൈ എത്താതിരിക്കാനാണ് അത് ഏറ്റവും മുകളിൽ വെച്ചേക്കണത്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തുള്ള മാതിരി ഒരു ടിഷ്യൂ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വെള്ള കളർ സ്റ്റാൻഡിൻ്റെ കാലാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തുള്ള ഈ ക്യാബിനറ്റിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത ഇഡ്ഡലി പാത്രം, അപ്പച്ചട്ടി, പിന്നെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചപ്പാത്തി പ്രസ്സും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ സെറാമിക്സിൻ്റെ ആ ബൗള് പൊട്ടിപ്പോയി, അപ്പോൾ അതൊന്ന് ഒട്ടിക്കാൻ പറ്റുമെന്ന് ഓർത്ത് ഞാൻ അവിടെ എടുത്ത് വെച്ചേക്കണതാണ്.
കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ വെള്ള കളർ സ്റ്റാൻഡിൻ്റെ കാല്. അവിടെ ആ ടിഷ്യൂവിൻ്റെ അടുത്തിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് ഞാൻ കരുതണം. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, കുക്കിംഗ് റേഞ്ചാണ്, 4 ബർണറുള്ളതാണ്. ഇതിൻ്റെ താഴത്തായിട്ട് നമുക്ക് ഓവൻ ഉണ്ട്. പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ സ്വിച്ചൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എടുക്കാത്ത പുഡിംഗ് ട്രേസ്, സെറാമിക്സ് ബൗൾസ്, പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന മെഷറിംഗ് കപ്സ്, അതുമാതിരി കേക്ക് സ്റ്റാൻഡ്, നോസിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് കൂടാതെ ഡൈനിങ് റൂമിൽ ഒരു പാൻട്രി ഷെൽഫുണ്ട്. അവിടെയും കുറച്ച് സാധനങ്ങൾ, ഫോട്ടോ ഒക്കെ എടുക്കുന്ന പ്ലേറ്റ്, പിന്നെ എപ്പോഴൊക്കെ എടുക്കുന്ന ബൗൾസൊക്കെ അവിടെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെഷറിംഗ് കപ്പ് മാത്രമേ എപ്പോഴും ഇതിൽ നിന്ന് എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഈ അറ്റത്ത് വെച്ചിട്ട് ബാക്കി എല്ലാം ഉള്ളിലേക്ക് കയറ്റി വെച്ചേക്കാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് വേറൊരു കൗണ്ടർ ടോപ്പ് ഉണ്ട്. അവിടെ ആ ഒരു മാറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടോടെ ചട്ടിയൊക്കെ എടുത്ത് ഗ്രാനൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റും പൊട്ടും, ചട്ടിയും പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പൊക്കത്ത് നമ്മൾ കറിക്ക് ആവശ്യമായ മല്ലി, മുളക്, കുരുമുളക് പൊടി, കടുക്, അങ്ങനെ ഏറ്റവും അത്യാവശ്യമുള്ള താഴത്തും അധികം എടുക്കാത്തത് മുകളിലുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്ന 2 കാര്യങ്ങളാണ്. ഈ ഒരു തുറക്കുമ്പോൾ നെസ്കഫേയുടെ പരസ്യമാണോ എന്ന് ചോദിച്ചു. പിന്നെ അപ്പുറത്ത് ഞാൻ സ്പൈസസ് ഒക്കെ വെച്ചേക്കുന്ന അച്ചാറും കുപ്പിയിലാണ്. അപ്പോൾ അത് ഓർക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ അച്ചാറിൻ്റെ പരസ്യമാണോ എന്ന്, അങ്ങനെ കളിയാക്കാറുണ്ട്. ഇതിൻ്റെ പൊക്കത്ത് ഞാൻ വെച്ചേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടംപുളി, വാളംപുളി, പഞ്ചസാര, തേയില, പിന്നെ അതിൻ്റെ പുറകിൽ സാമ്പാർ പൊടി, രസപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ്. എനിക്ക് ഈ നെസ്കഫേയുടെ ബോട്ടിൽ ഭയങ്കര ഹാൻഡ് ഫ്രണ്ട്ലിയാണ്. ഇതുപോലത്തെ ഈ പുളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന പാത്രങ്ങളിലായിരുന്നു ഞാൻ ആദ്യമേ ഇട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴും 10 എൻ്റെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ മിച്ചം 4 ഉള്ളൂ. അത് പൊട്ടിപ്പോവും എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ. സാധനവും പോവും, കുപ്പിയും പോവും, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണം. അപ്പോൾ അതിനേലൊക്കെ എനിക്ക് ഹാൻഡ് ഫ്രണ്ട്ലിയാണ് ഈ നെസ്കഫേയുടെ ബോട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ വെക്കുന്നത്. പിന്നെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴത്ത് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്യുന്ന ഷെൽഫുണ്ട്. അതിൽ ആദ്യത്തേൽ ഞാൻ വെച്ചേക്കുന്ന കണ്ടില്ല ഒരു കോഫി ബീറ്ററാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഫി പാലൊഴിച്ചും അല്ലാതെയും ബീറ്റർ വെച്ച് അടിച്ച് കുടിക്കാൻ വലിയ വിലയൊന്നുമില്ല. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കോഫി ബീറ്ററിൽ അടിച്ചിട്ട് കോഫി. പിന്നെ ചായ ഇടുന്ന പാത്രങ്ങൾ, അരിപ്പ, പിന്നെ എപ്പോഴും നമ്മൾ കടുക് താളിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഫ്രൈയിങ് പാനും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചായ ഇടണ നേരത്തെ കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ തന്നെ മുകളിൽ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്ത് ചപ്പാത്തി പലകയും പിന്നെ ഒരു കേടായ മിക്സിയിൽ ജാറും വെച്ചിട്ടുണ്ട്. നന്നാക്കാൻ കൊടുക്കണം ഓർക്കാൻ വേണ്ടിയാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ 3ാമത്തെയും 4ാമത്തെയും ഷെൽഫ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം എൻ്റെ മോൾ അത് ലാഡറായിട്ട് ഉപയോഗിച്ചിട്ട് അതിൽ കയറി നിന്നിട്ടാണ് അവൾ നോക്കണത് ഞാൻ എന്താണ് അടുപ്പിൽ കുക്ക് ചെയ്യണേന്ന്. അതുകൊണ്ട് ഉപയോഗിക്കാറില്ല. പിന്നെ ഫ്രിഡ്ജിൻ്റെ പൊക്കത്ത് ഞാനൊരു വിക്സും വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സും വെച്ചിട്ടുണ്ട്. എനിക്ക് ഡെഫിഷ്യൻസി ഉണ്ട് വിറ്റാമിൻ ഡി, പക്ഷേ എപ്പോഴും മറന്നു ടാബ്ലറ്റ് എടുക്കണം. അതുകൊണ്ട് കാണാൻ വേണ്ടി അവിടെ തന്നെയാണ് വെച്ചേക്കണം. എന്നാലും മറന്നു പോകും, എന്നാലും ഓർക്കാൻ വേണ്ടിയാണ് വെച്ചെന്നുള്ളൂ. പിന്നെ അതിൻ്റെ പൊക്കത്ത് ഇതാ കണ്ടില്ല, ഞാനൊരു റെഡ് കളർ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അലൂമിനിയം ഫോയിൽ, പിന്നെ സിപ്പർ ബാഗ്, അലൂമിനിയം കണ്ടെയ്നേഴ്സ് എക്സ്ട്രാ ഉള്ളത്, പിന്നെ ആ ഗ്രീനൊക്കെ കാണുന്നത് സ്റ്റീവിയാണ് കേട്ടോ. പക്ഷെ അതിനൊരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. പിന്നെ ഫ്രിഡ്ജിൻ്റെ പൊക്കത്ത് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മാസ്കും ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട്, ഗ്ലൗസും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കൈ തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കിച്ചൺ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എനിക്കറിയാം ഇതിനേലൊക്കെ ഒരുപാട് ഭംഗിയിലായിരിക്കും നിങ്ങളുടെ കിച്ചൺ ഇരിക്കണമെന്ന്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് നല്ല ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ, കിച്ചൺ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന മാതിരിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു.